നമുക്കിന്നൊരു പൈനാപ്പിൾ ടെപ്പാച്ച ഉണ്ടാക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് ജാർ വേണം, പിന്നെ പൈനാപ്പിൾ, കറുവപ്പട്ട, ശർക്കര, ഇഞ്ചി, ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. പൈനാപ്പിൾ നമ്മൾ വാഷ് ചെയ്യണമെന്നില്ല, വാഷ് ചെയ്യാണ്ടും ഇടാം, പക്ഷെ ഞാൻ ജസ്റ്റ് വാഷ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പൈനാപ്പിളിന്റെ തൊലിയെല്ലാം ചെറുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞിട്ട് ഗ്ലാസ് ജാറിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഞ്ചി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചി തൊലിയോടെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. തേർഡ് സ്റ്റെപ്പ് ആഡ് കറുവപ്പട്ട അഥവാ സിനമൺ സ്റ്റിക്ക്. അത് കഴിഞ്ഞിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിങ്ങനെ ശർക്കര ഉരുക്കി വെക്കും, അതാകുമ്പോൾ എളുപ്പമാണല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ട്. ഫിഫ്ത്ത് സ്റ്റെപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഫില്ല് ചെയ്യണ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു, അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഒരു 2 ദിവസം, നാട്ടിലൊക്കെ ആണെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസത്തിലൊക്കെ ആൾക്കാർ എടുക്കുന്നത് കാണാം. പക്ഷേ എൻ്റെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഈസ്റ്റ് ഇട്ട് കൊടുത്തു, കാരണം ഫെർമെൻ്റ് ആവുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം ഇങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഫിസ് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ദിവസം കൂടി ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് എടുത്തു വെച്ചു. പിറ്റേ ദിവസം തുറന്നു നോക്കിയപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുടിച്ചവരൊക്കെ പറഞ്ഞു ഇതിന് വൈൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. ഈ ഡ്രിങ്കിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതൊരു പ്രോബയോട്ടിക്, മെറ്റബോളിക് ഹെൽത്തിനും ഹൈഡ്രേഷനും എല്ലാത്തിനും ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്.